ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് റിവിഷൻ ടെസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ റിവിഷൻ ടെസ്റ്റിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ധനതത്വശാസ്ത്രം. LDC മെയിൻസിന്റെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ധനതത്വശാസ്ത്രം. 5 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സിനെയും ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ഈ ഒരു റിവിഷൻ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ റിവിഷൻ ടെസ്റ്റ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു സെക്ഷൻ യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഗുൽസാരിലാൽ നന്ദ. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത്? എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിംഗ് എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ഏതു രാജ്യത്തു നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് തുടക്കം കുറിച്ചത്? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കണം. ഉത്തരം ഓപ്ഷൻ ബി, മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്, വർഷം 1964. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലായത്? താഴെ തന്നിരിക്കുന്ന 4 കാര്യങ്ങളിൽ ഏതൊക്കെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലായത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആദ്യത്തെ 3 കാര്യങ്ങൾ നടപ്പിലായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നോക്കാം. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്, നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. ഈ 3 കാര്യങ്ങൾ നടന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്നാൽ കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് അത് 5ആം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹാരഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 1ആം പഞ്ചവത്സര പദ്ധതി. 10ആം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ പറയുന്നവയിൽ ഏതാണ്? മുൻവർഷ ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ലക്ഷ്യം വെച്ചത് 8.1%, നേടിയെടുത്ത വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 7.7%. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, MN റോയ്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ICDS. നടപ്പിലാക്കിയത് 1975 ഒക്ടോബർ 2-നാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, 5ആം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, ഗുണ്ണർ മിർദാൽ. 1ആം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയ വ്യക്തി ആര്? 1ആം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയ വ്യക്തി? ഉത്തരം ഓപ്ഷൻ എ,
ഡോക്ടർ KN രാജ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ട വിഷയമേത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് ഏത് കാര്യത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ കൃഷി. കൃഷിക്കും ജലസേചനത്തിനുമായിരുന്നു. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല? ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കൃഷി. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. ചുവടെ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ശരിയായത് ഏതൊക്കെയാണ്? ചുവടെ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 4 എണ്ണവും ശരിയാണ്. സർവോദയ പദ്ധതി ജയപ്രകാശ് നാരായൺ, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ JC കുമാരപ്പ, ലേസിഫെയർ സിദ്ധാന്തം ആഡം സ്മിത്ത്, ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് ആൽഫ്രഡ് മാർഷൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു ലേസിഫെയർ സിദ്ധാന്തം ആരായിരുന്നു? ആഡം സ്മിത്ത്. അപ്പൊ തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. നോക്കി പോകാം. ലക്കഡവാല കമ്മീഷൻ ദാരിദ്ര്യ നിർണയ രേഖ, രാജാ ചില്ലയ കമ്മിറ്റി നികുതി പരിഷ്കരണം, വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മൈക്രോ ഇക്കണോമിക്സ്. പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ എം വിശ്വേശ്വരയ്യ. പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് ഏതാണ്? വാർഷിക പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന 1990 മുതൽ 92 വരെ നടന്നത് വാർഷിക പദ്ധതിയായിരുന്നു. 1966 മുതൽ 69 വരെയുള്ളത് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. പക്ഷെ അത് നടപ്പിലാക്കിയത് വാർഷിക പദ്ധതി രൂപത്തിലാണ്. 1979 മുതൽ 80 വരെയുള്ളതും വാർഷിക പദ്ധതിയായിരുന്നു. അപ്പൊ ഇവയെല്ലാം ശരിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെൻ എഴുതിയ ഗ്രന്ഥങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അമർത്യ സെൻ എഴുതിയ ഗ്രന്ഥങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 5ഉം എഴുതിയത് അമർത്യ സെൻ ആണ്. പോവർട്ടി ആൻഡ് ഫാമിംഗ്, ചോയ്സ് ഓഫ് ടെക്നിക്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, റേഷണാലിറ്റി ആൻഡ് ഫ്രീഡം. തന്നിരിക്കുന്ന 4 പുസ്തകങ്ങളും എഴുതിയത് അമർത്യ സെൻ ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ രാജ് അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? രാജ് അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്ക്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പ്ലാനിംഗ് കമ്മീഷന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി നീതി ആയോഗ്. ഏത് വർഷമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപവൽക്കരിച്ചത്? ഏത് വർഷമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപവൽക്കരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി 1952 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപവൽക്കരിച്ചത്. ചൈനീസ് ആക്രമണം കാരണം
പ്രയാസങ്ങൾ നേരിട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതായിരുന്നു? ചൈനീസ് ആക്രമണം കാരണം പ്രയാസങ്ങൾ നേരിട്ട പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി, മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2012 2017. 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഇന്ത്യയിൽ ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഉത്തരം ഓപ്ഷൻ സി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി 1950 മുതൽ 55 വരെ. അത് തെറ്റായ പ്രസ്താവനയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മഹ്ലനോബിസ് മാതൃക. 1ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉയർന്ന മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? ഉത്തരം ഓപ്ഷൻ ബി, എം വിശ്വേശ്വരയ്യ. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് രൂപം കൊണ്ടത്? എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് രൂപം കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, 6ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് രൂപം കൊള്ളുന്നത്. ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം? ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 2015. ഇന്ത്യയിൽ ജനതാ സർക്കാർ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ കാലഘട്ടം? റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ കാലഘട്ടം? ഉത്തരം ഓപ്ഷൻ സി, 1978 മുതൽ 1980 വരെ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? വിത്ത് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി, 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് സ്വാധീനം ചെലുത്തിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് സ്വാധീനം ചെലുത്തിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നിർദ്ദേശക തത്വങ്ങൾ. 1974 പൊക്രാനിൽ ഇന്ത്യ അണുവിസ്ഫോടനം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് 5 IIT-കൾ നിലവിൽ വന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് 5 IIT-കൾ നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി, 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്ത ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്ത ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ
എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി മോണ്ടേക് സിംഗ് അലുവാലിയ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്ലാൻഡ് ബഡ്ജറ്റ് എത്ര കോടി രൂപയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി 2069 കോടി രൂപ. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 3ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്ത വസ്തുത താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജനസംഖ്യാ വളർച്ച. ബാക്കിയുള്ള 3 കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ്. വ്യാവസായിക വളർച്ച, സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടങ്കൽ തുകയായി ആദ്യം നിശ്ചയിച്ചിരുന്നത് 2069 കോടി രൂപയായിരുന്നു. എന്നാൽ പിന്നീട് അത് എത്ര കോടി രൂപയായി ഉയർത്തി? ഉത്തരം ഓപ്ഷൻ ഡി 2378 കോടി രൂപയായി ഉയർത്തി. ആദ്യം നിശ്ചയിച്ചിരുന്നത് 2069 കോടി രൂപ, പിന്നീട് ഉയർത്തിയത് 2378 കോടി രൂപയായി. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചതാര്? എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എഴുതിയ വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ആർ സി ദത്ത്. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എഴുതിയത് ആർ സി ദത്ത് ആണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നത് എത്ര വർഷ കാലാവധിയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രതിവർഷ നിരക്കിൽ. നമ്മൾ പറഞ്ഞിരുന്നു റോളിംഗ് പ്ലാൻ വാർഷിക പദ്ധതിയിൽ വരുന്നതാണ്. 8 പ്രമുഖ വ്യവസായികൾ മുന്നോട്ട് വെച്ച സാമ്പത്തിക ആസൂത്രണ പദ്ധതിയുടെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബോംബെ പ്ലാൻ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ താഴെ പറയുന്നവരിൽ ആരായിരുന്നു? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ എ പ്രധാനമന്ത്രി. ഏത് വർഷമാണ് ഇന്ത്യയിൽ കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ചത്? ഇന്ത്യയിൽ കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ സി 1952. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ആശയം അവതരിപ്പിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ആശയം അവതരിപ്പിച്ച വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 3ാം പഞ്ചവത്സര പദ്ധതി മുഖ്യമായ ഊന്നൽ നൽകിയത് ഏതിനാണ്? 3ാം പഞ്ചവത്സര പദ്ധതി മുഖ്യമായ ഊന്നൽ നൽകിയത് ഏതിനാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം? കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1974. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സംയോജിത ഗ്രാമവികസന പരിപാടി ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി 6ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്. ഒക്ടോബർ 2, 1980. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. ജോലിക്ക് കൂലി ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് ഫോർ വർക്ക് എന്ന പദ്ധതി ആരംഭിച്ച വർഷം? ജോലിക്ക് കൂലി ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് ഫോർ വർക്ക് പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ സി 1977. പീപ്പിൾസ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് താഴെ പറയുന്നവരിൽ ആരാണ്? പീപ്പിൾസ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്
താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി MN റോയ്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത്? എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ എഡ്യൂക്കേഷണൽ പ്ലാൻ എന്ന 11ാം പഞ്ചവത്സര പദ്ധതിയെ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? 11ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ആരാണ്? ഓപ്ഷൻ സി മൻമോഹൻ സിംഗ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? തൊട്ടുമുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത നമ്മൾ പറഞ്ഞിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത്? നല്ലൊരു ചോദ്യമാണ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി 2ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? ഉത്തരം ഓപ്ഷൻ ബി 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 20 ദിന പരിപാടി നടപ്പിലാക്കിയത്? 20 ദിന പരിപാടി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി കാലയളവ്? ഉത്തരം ഓപ്ഷൻ ബി 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. ഇന്ത്യൻ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണത്തിന് നാന്ദി കുറിച്ച 8ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ PV നരസിംഹറാവു. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപവൽക്കരിച്ചത്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപവൽക്കരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ശിവരാമൻ കമ്മിറ്റി. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്? ഉത്തരം ഓപ്ഷൻ സി 1951 മുതൽ 56 വരെ. 2ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 2ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1956. 2ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകപ്പെട്ട മേഖല ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകപ്പെട്ട മേഖല? ഉത്തരം ഓപ്ഷൻ എ വ്യവസായം. മഹലനോബിസ് മാതൃക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി തീരും മുമ്പ് ജനതാ സർക്കാർ അവസാനിപ്പിച്ചത്? കാലാവധി തീരും മുമ്പ് അവസാനിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1951. ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു? ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി 9ാം പദ്ധതി. കാലയളവ് 1997 മുതൽ 2002 വരെ. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുന്നോടിയായി ജയപ്രകാശ് നാരായൺ 1950 മുന്നോട്ട് വെച്ച ആശയം അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ സർവോദയ പദ്ധതി. ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി 1967 മുതലാണ്. 10ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2002 മുതൽ 2007 വരെയാണ്.
കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? കേരള വികസന പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ, 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 10ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2002 മുതൽ 2007 വരെ. 11ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 11ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2007 മുതൽ 2012 വരെ. ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം എത്ര? ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി, 12. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഉത്തരം ഓപ്ഷൻ എ, 2012 മുതൽ 2017 വരെയായിരുന്നു. ഏത് വർഷമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്? ഏത് വർഷമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, 1952 മുതൽ. ബാങ്കിംഗ്, ഇൻഷുറൻസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. SBIയുടെ പഴയ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇംപീരിയൽ ബാങ്ക്. ഏത് വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ സി, 1921. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. ഉത്തരം ഓപ്ഷൻ ബി, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. RBI പ്രവർത്തനം ആരംഭിച്ച വർഷം. ഓപ്ഷൻ സി, 1935. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. RBI ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ എ, 1949. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത്? ഓപ്ഷൻ ഡി, 1955. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് 1981 അവതരിപ്പിച്ച ബാങ്ക്. വർഷം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി, ആന്ധ്ര ബാങ്ക്. ചിലർക്ക് ഡൗട്ട് വന്നു കാണും, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ എന്ന്. കറക്റ്റ് വർഷം കൊടുത്തുകൊണ്ടാണ് ഉത്തരം അത് വരുന്നത്. അടുത്തത്, 1987 ഇന്ത്യയിൽ ആദ്യമായി ATM അവതരിപ്പിച്ച ബാങ്ക് ഏത്? ഓപ്ഷൻ ബി, HSBC ബാങ്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിംഗ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി, ICICI ബാങ്ക്. ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ഏക ബാങ്ക്? ഓപ്ഷൻ ബി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ, 1969. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം,
1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. എത്ര ബാങ്കുകളാണ് 1980 ദേശസാൽക്കരിച്ചത്? രണ്ടാം ഘട്ടം ദേശസാൽക്കരണമാണ്. ഓപ്ഷൻ ബി 6. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി മുംബൈ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈ. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി 1955. ICICI ബാങ്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം 1994. അടുത്തത്, ICICI ബാങ്കിന്റെ ആസ്ഥാനം? ഓപ്ഷൻ സി മുംബൈ. ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏത്? ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ ലാല ലജ്പത് റായ്. അടുത്ത ചോദ്യം, ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനാര്? ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി പട്ടാഭി സീതാരാമയ്യ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്ക് ഏതാണ്? ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക്? VRS അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി? ഉത്തരം ഓപ്ഷൻ സി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അടുത്തത്, ഏത് വർഷമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്? ഓപ്ഷൻ ഡി 1818. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി അനിത ഫൗസർ. അടുത്ത ചോദ്യം, ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി. ഏത് വർഷമാണ് ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് കമ്പനി സ്ഥാപിതമായത്? ഓപ്ഷൻ ബി 1870. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഏത്?
ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി? ഓപ്ഷൻ ഡി നാഷണൽ ഇൻഷുറൻസ് കമ്പനി. ഏത് വർഷമാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത്? ഓപ്ഷൻ സി 1906. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ ബി 1956. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ സി 1972. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ഡി 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഓപ്ഷൻ ഡി മുംബൈ. ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1999. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം? ഓപ്ഷൻ സി ഹൈദരാബാദ്. ഏത് വർഷമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ സബ്സിഡറികളെ മാതൃകാ സ്ഥാപനത്തിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര ഇൻഷുറൻസ് കമ്പനികളാക്കിയത്? ഓപ്ഷൻ ബി 2000. നാഷണൽ ഇൻഷുറൻസ് അക്കാദമി എവിടെയാണ്? നാഷണൽ ഇൻഷുറൻസ് അക്കാദമി എവിടെയാണ്? ഓപ്ഷൻ എ പൂനെ. അടുത്ത ചോദ്യം, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി മുംബൈ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി 1919. അടുത്തത്, നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം? നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം? ഓപ്ഷൻ ഡി കൊൽക്കത്ത. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം? യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി 1938. അടുത്ത ചോദ്യം, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം? യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ചെന്നൈ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ന്യൂഡൽഹി. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ഡി 1947. അടുത്ത ചോദ്യം, ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ദൊരബ് ടാറ്റ സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ന്യൂ ഇന്ത്യ അഷുറൻസ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപവൽക്കരിച്ചത്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
ഓപ്ഷൻ എ ശിവരാമൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, ദേശീയ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാര്? ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ഇന്ത്യക്കാർ സ്ഥാപിച്ച ഭാരതത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണ്? ഇന്ത്യക്കാർ സ്ഥാപിച്ച ഭാരതത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ബാങ്ക്. ഓപ്ഷൻ സി ഔദ് കൊമേഴ്സ്യൽ ബാങ്ക്. അടുത്ത ചോദ്യം, നബാർഡ് സ്ഥാപിതമായത് എന്നാണ്? ഓപ്ഷൻ സി 1982 ജൂലൈ 12. അടുത്ത ചോദ്യം, എന്തിനെ കുറിച്ച് പഠിക്കാനാണ് നരസിംഹം കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത്? അടുത്തത്, ഓപ്ഷൻ ബി ബാങ്കിംഗ് പരിഷ്കാരം. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? ഓപ്ഷൻ ഡി 1975 ഒക്ടോബർ 2. ലീഡ് ബാങ്ക് സ്കീം എന്ന ആശയം ശുപാർശ ചെയ്ത കമ്മിറ്റി? ലീഡ് ബാങ്ക് സ്കീം. ഓപ്ഷൻ ഡി നരിമാൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെയാണ്? റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ചെന്നൈ. അടുത്ത ചോദ്യം, ലീഡ് ബാങ്ക് സ്കീം ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 1969. നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് സ്ഥാപിക്കപ്പെട്ട ആദ്യ സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ സി UTI ബാങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായ മേഖലയിലാണ്? ഓപ്ഷൻ ഡി തേയില. ഇതിന്
കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. ഒരുപാട് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ മോക്ക് ടെസ്റ്റുകളെല്ലാം 2 പ്ലേലിസ്റ്റുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് LGS മെയിൻസ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തേത് LDC മെയിൻസ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്. ഈ 2 പ്ലേലിസ്റ്റുകളുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാത്ത എക്സാംസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. താങ്ക്